നമസ്കാരം. രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു മുംബൈ ഭീകരാക്രമണം. ദിവസങ്ങൾ നീണ്ടുനിന്ന ആ ഭീകരാക്രമണത്തിൽ ഭീകരന്മാരെ വരുതിയിലാക്കിയത് മണിക്കൂറുകൾ നടന്ന പോരാട്ടത്തിനൊടുവിലാണ്. നിരവധി ആളുകളെ നമുക്കന്ന് നഷ്ടപ്പെട്ടു, നിരപരാധികളെ നഷ്ടപ്പെട്ടു, സുരക്ഷാ ഭടന്മാരെ നഷ്ടപ്പെട്ടു. ഒരു ഭീകരനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ പൂർണ്ണമായ ഗൂഢാലോചന നടന്നത് പാകിസ്ഥാനിലാണ് എന്നതിന് ശക്തമായ തെളിവുകൾ അന്നത്തെ സർക്കാരിന് കിട്ടിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും പാകിസ്ഥാനെ സൈനികമായി ഒരു പാഠം പഠിപ്പിക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. എന്തായാലും അന്നത്തെ ഈ ഭീകര സംഘം എത്തിയത് കടൽ മാർഗമായിരുന്നു എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് തീരപ്രദേശത്ത് ഇന്ത്യ കൂടുതൽ ശക്തമായ പ്രതിരോധം ഉയർത്തിയതും തീരപ്രദേശങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി കാണാൻ തുടങ്ങിയതും. എന്തായാലും മുംബൈ മോഡൽ ഭീകരാക്രമണം വീണ്ടും ആവർത്തിക്കും എന്ന ഭീഷണി മുഴക്കുകയാണ് പാകിസ്ഥാനിലെ ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരൻ സൈഫുള്ള കസൂരി. സൈഫുള്ള കസൂരിയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സൈഫുള്ള കസൂരി ഇന്ത്യ തേടുന്ന ഒരു ഭീകരൻ തന്നെയാണ്. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് സൈഫുള്ള കസൂരി. സൈഫുള്ള കസൂരി ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കാനായി വലിയ വലിയ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള തിരക്കിലാണ്. അതേ സൈഫുള്ള കസൂരിയാണ് മുംബൈ മോഡൽ ഭീകരാക്രമണം രാജ്യത്ത് ഇനിയും ഉണ്ടാക്കും എന്ന് പാകിസ്ഥാനിൽ എവിടെയോ ഒളിച്ചിരുന്നു കൊണ്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ ലഷ്കർ ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും വനിതാ ഭീകര സംഘടനകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നാവികസേനാ വിഭാഗം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ചെറിയ ചെറിയ ബോട്ടുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് രാജ്യത്തെ ആക്രമിക്കാനുള്ള, കടൽ മാർഗം ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഭീകര സംഘടനകൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രമാണിച്ച് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ തീരപ്രദേശത്ത് വലിയ ജാഗ്രത പുലർത്തുകയാണ്. ആ ജാഗ്രതയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വിദേശ ബോട്ട് പിടികൂടിയതും ഇറാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതുമെല്ലാം. അതിന് ഉള്ളിൽ സിഗരറ്റ് പാക്കറ്റുകൾ ആയിരുന്നെങ്കിലും എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി വരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെ ഗൗരവമായി തന്നെ കാണുകയാണ്. രാജ്യമെമ്പാടും വലിയ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ദില്ലിയിലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിമാനത്താവളങ്ങളിലുമെല്ലാം കർശന സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ഭരണകൂടങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്കുമെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ അത്തരമൊരു സാഹസം വീണ്ടും സൈഫുള്ള കസൂരി കാണിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.